ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 7 ആണ് കേട്ടോ. എൻ്റെ മൂത്ത പുത്രൻ്റെ 15ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വെളുപ്പിന് 1:25 വെളുപ്പിന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. രാത്രി ഉറങ്ങിയിട്ടൊന്നുമില്ല. ഗോസ്റ്റ് ഷാർക്ക് എന്ന് പറഞ്ഞ സിനിമ സ്റ്റാർ മൂവീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 12 മണിയായപ്പോൾ മോന് വിഷൊക്കെ ചെയ്തു. കേക്ക് മേടിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവന് കേക്കൊന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞു. അവൻ്റെ എന്താണ് ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ചാൽ മാത്രം മേടിച്ചാൽ മതി, സെലിബ്രേഷനൊന്നും വേണ്ടെന്ന് പറഞ്ഞു അവൻ. പിന്നെ ഈദല്ലേ, സ്കൂളും ഇല്ല, അപ്പോൾ ജസ്റ്റ് പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു അവൻ. അങ്ങനെ രാത്രി കിടന്നത് 2 ആയി. രാത്രി കിടന്നപ്പോൾ രാവിലെ എണീറ്റത് എത്ര മണിക്കാണ്? രാവിലെ അല്ല, ഉച്ചയാവാറായി. 11:58 ആയി. ഞാൻ രാവിലെ എണീറ്റ് വീഡിയോ ഇട്ട് എടുത്തപ്പോൾ പിള്ളേരൊന്നും എണീറ്റിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ കിടക്കണത്. അപ്പോൾ ഇന്നലെ ഹസ്ബൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആപ്പ് വഴിയാണ് ഫുഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ആപ്പിൽ പോയിൻ്റ് കയറുമല്ലോ, അതാണ് ഈ കാണുന്നത്. അപ്പോൾ 1830 പോയിൻ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1700 വരെയുള്ള ഓരോ പോയിൻറ്റിനും നമുക്ക് ഓരോ ഐറ്റം വെച്ച് മേടിക്കാൻ പറ്റും. അങ്ങനെ 1700 വരെയുള്ള പോയിൻറ്റിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാം കേട്ടോ. ലോഡഡ് ട്വിസ്റ്റർ, മൈറ്റി സിംഗർ, അതുപോലുള്ള ഓരോ ഐറ്റംസൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാണ് ഞാൻ കിച്ചണിൽ കയറണത്. അപ്പോൾ രാവിലെ അല്ല, ഉച്ചയായി. ഉള്ളിനീരും ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ട് വെച്ചേക്കും. ഹെയർ മാസ്ക് ഇട്ടിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് അവിടെ വെച്ചേക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുന്നത്. രാവിലെ അല്ല, ഉച്ചയായി. അവധിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഇടിയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞ്, ഇടിയപ്പവും പാലുമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ചോറടുപ്പത്ത് വെച്ച്. അപ്പോൾ ഉച്ചക്ക് 1:20 ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഇടിയപ്പവും പാലുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അത് കഴിഞ്ഞ് തലേദിവസം മലക്കിയിട്ട് ഡ്രസ്സൊക്കെ നമ്മൾ മടക്കി വെക്കാൻ കേട്ടോ. ഓരോരുത്തരുടെ ഓരോ സെക്ഷനാക്കിയിട്ട് മടക്കി വെച്ച്. സോക്സുകളൊക്കെ നമ്മുടെ ഇളയ പുത്രനാണ്, അവൻ്റെ ഡ്യൂട്ടിയാണ് ഒക്കെ മടക്കി വെക്കുക എന്നുള്ളത്. അവനാണ് എല്ലാം ചെയ്യുക. അടുത്തത് ലഞ്ച് പ്രിപ്പറേഷനാണ്. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെ നെയ്മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ സൈഡ് ഡിഷായിട്ട് പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈയും ചോറും മാത്രം വെച്ചാൽ മതിയായിരുന്നു. മീൻ കറി തലേദിവസത്തെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി. അപ്പോൾ ഹെയറിൽ നമ്മൾ കടലപ്പൊടി ഇട്ടാണ് ഹെയർ വാഷ് ചെയ്യണത്. നേരത്തെ നീരും ആവണക്കെണ്ണയും അപ്ലൈ ചെയ്തിട്ടുണ്ടായല്ലോ. അപ്പോൾ കുളി കഴിഞ്ഞ് ലഞ്ച് ടൈം എന്ന് പറയണത് 3:45 നെയ്മീനും പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു ലഞ്ച്. അങ്ങനെ കുറച്ച് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ഒരു 6 ആയപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടോ. ഇന്ന് ഈദായതുകൊണ്ട് ജസ്റ്റ് പിന്നെ പുത്രൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ മാളിലെത്തി. അസീമ മാളിലാണ് കേട്ടോ പോയത്. അവിടെ മാളിൽ കയറണേക്കാളും മുമ്പ് ഒരു വാഷ്റൂമിൽ പോക്ക് ഉണ്ട്. അത് കഴിഞ്ഞൊരു ഞാനും എടുത്തു മിറർ സെൽഫി. ഈദായതുകൊണ്ട് തന്നെ മാളിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഈദായതുകൊണ്ട് അവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രീറ്റ് ഡാൻസ് കളിക്കണ കുറേ കാർട്ടൂൺ ആർട്ടിസ്റ്റുകളൊക്കെ പോലത്തെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഒപ്പം ഫോട്ടോ എടുക്കാനായിട്ട് കുട്ടികളൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് അവിടെ ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഈ മോളെന്ന് പറയുന്നത് ശരിക്കും ഒരു ലക്ഷറി ക്രൂയിസിൻ്റെയൊക്കെ ആ ഒരു ടൈപ്പാണ് ഇൻസൈഡ് ബിൽഡ് ചെയ്തേക്കണത്. പിന്നെ അതേ ഇതുപോലെ
പിന്നെ ഇതേ ഇതുപോലത്തെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, പല പല ഷോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇത് അവരായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഓരോ കുട്ടികളും ഓരോന്ന് വിളിച്ച് ഫോട്ടോ എടുപ്പിക്കുകയാണ്. ഇതാണ് അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഒരു ചിമ്പാൻസിനൊരു കുട്ടി വന്ന് ഡിസ്റ്റർബ് ചെയ്യണുണ്ടോ, കെട്ടിപ്പിടിക്കണ്. ആ കുട്ടി എന്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ചെയ്യണമെന്ന് നോക്കി. ഇത് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു, വീഡിയോ അത്രേ എടുത്തുള്ളൂ. അങ്ങനെ നമ്മൾ സിറ്റിയിലെ നൈറ്റ് വ്യൂ ഒക്കെ കണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മൾ ഫുഡ് മേടിച്ച് നോൺ വെജ് താലിയാണ് മേടിച്ചത്. ചിക്കൻ മാത്രമാണ്, ചിക്കൻ്റെ കബാബ്, ചിക്കൻ്റെ പലതരം ഐറ്റംസ്, പിന്നെ അൽഫാം, കുബൂസ്, ഹുമ്മൂസ്, മയോണൈസ് എല്ലാം ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഫ്രൈസ്. ഇതായിരുന്നു നമ്മൾ പുറത്തുനിന്ന് മേടിച്ച നോൺ വെജ് താലി എന്ന് പറയണത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന ആ ബുക്ക് പുത്രൻ ഇങ്ങനെ ആദ്യമായിട്ട് കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ, ആ ഒരു ത്രില്ലിൽ എല്ലാം വരച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ 11:30, 12 ആയി നമ്മൾ കിടന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ.